ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ പച്ചമുളകൊക്കെ നടുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ആ ഒരു പച്ചമുളക് തൈയാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം നിറച്ചും പച്ചമുളക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നോക്കി ഇത്രയും പച്ചമുളക് ഇതൊക്കെ നമ്മൾ നട്ടതാട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കരിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് അത് നേരെ വീഡിയോയിൽ പോയി ചാനലിൽ പോയി വീഡിയോസിൽ പോയി നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ പേര് ഇഷാൻ വ്ളോഗ് എന്നാണ്, ഞാൻ താഴ്ത്തി എഴുതി കൊടുക്കാം കേട്ടോ എന്താണെന്ന്. അപ്പോൾ ഗൈസ് ഉണ്ടമുളക് ഗൈസ്, ഇത് നമ്മളിവിടെ വീട്ടിൽ നട്ടതാണ് കേട്ടോ. അത് കവറിലൊന്നുമില്ല കേട്ടോ, അത് താഴെ മണ്ണിൽ തന്നെയാണ്. പിന്നെ ഇതിന്മേൽ നിറച്ച് പൂവുണ്ട് കേട്ടോ. നിറച്ചെന്ന് വെച്ചാൽ 3-4 പൂവുകളൊക്കെ ഉണ്ട്. അതിന്മേലൊക്കെ നിറച്ച് പൂവുകളുണ്ട്. ഇതൊക്കെ ഉണ്ടാവാനുള്ളതാണ് കേട്ടോ. വീണ്ടും നമ്മൾ പച്ചമുളകിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യം തന്നെ അല്ല കേട്ടോ, അത് വീട്ടിൽ നിന്ന് തന്നെ 4-5 തൈ വെച്ചാൽ നമുക്ക് ദിവസം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. നല്ല വിഷമൊന്നും ഇല്ലാത്ത എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഗൈസ് നല്ല അടിപൊളി പച്ചമുളകും ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും കാണുന്നൊരു വേറെ ഇത് കാന്താരി മുളകാണ്, പക്ഷെ ഇത് കായ്ച്ചിട്ടില്ല കേട്ടോ. ഇതും ചെറിയൊരു തൈയാണ് കണ്ടോ, കുഞ്ഞി തൈയാട്ടോ. അപ്പോൾ അയിമലൊന്നും ആയിട്ടില്ല കേട്ടോ, അത് ചെറുതായതുകൊണ്ട്. ഇനി ഇതാ വെള്ളക്കാന്താരി, ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടോ, ഇത് മൊത്തം വെള്ളക്കാന്താരിയാണ്. ഇല്ല, ഇതൊക്കെ ഒന്ന് നോക്കിയ ഗൈസ് എങ്ങനെയുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇത് കണ്ടില്ല ഗൈസ്, ഒരു ചെറിയ തൈമ തന്നെ എന്തൊരാണുള്ളത് നോക്കി. ഒരു ചട്ടിയിലാണ് കേട്ടോ. ഇത് കരിയില കമ്പോസ്റ്റ് ഒക്കെ യൂസ് ചെയ്യണോ. എന്തൊരു വലിയ മുളകാണ് നോക്കി കണ്ടോ. ഒരു ചെറിയൊരു തൈമല് ഇതിമല് ഇത് ഉണ്ടമുളകാ ഉണ്ടല്ല കേട്ടോ, നീളമുളക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഉണ്ട് ഇത്രയും ചെറിയ തൈമം തന്നെ അത് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അടുത്ത കാന്താരി മുളകിൻ്റെ ചെടി. ഇത് നിറച്ചുണ്ടായിരുന്നു. ഞാനത് കുറച്ച് ദിവസം മുമ്പ് ഉള്ള ഫുള്ള് ഇതിമത് മൊത്തം പറിച്ചിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിമലൊക്കെ ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല എന്ന് മാത്രം, ഇത് നേരിട്ട് കാണുമ്പോഴാട്ടോ നിറച്ചുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് റോസ ചെടി. മുട്ടൊക്കെ ഉണ്ട് നിറയെ മുട്ടുണ്ട്. ഇതിൻ്റെ വളം അത് തന്നെയാണ് കേട്ടോ. ഞങ്ങളെല്ലാം ഒരേ മാതിരി തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം മുട്ട ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് വീഡിയോയിൽ കാണണമെന്നില്ല, പക്ഷെ നേരിട്ട് കാണും കേട്ടോ. ഇത് വെട്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെയും രണ്ടാമതിന് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മുട്ടുണ്ട് കേട്ടോ. അത് പിങ്ക് കളറായിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഗൈസ് നമ്മളെ തക്കാളിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവർ എന്തായാലും ഒന്ന് നമ്മളെ ചാനലിൽ പോയി ഒന്ന് നോക്കുക കേട്ടോ. എന്താ അറിയോ, കുറേ കിലോ നമുക്ക് തക്കാളികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നട്ടയുമ്പോൾ തന്നെ അത് അപ്പുറത്തെ സൈഡിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ നോമ്പിൻ്റെ ടൈമിനായിരുന്നു. അപ്പോൾ നിറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളിനെ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. ഓരോരോ ആഴ്ച കഴിയുമ്പോഴത്തേനും കുറേ കിലോനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. നടുന്നതും പറിക്കണത് വളം ഇടണ എല്ലാ വീഡിയോയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അതേമാതിരിയാണ് കേട്ടോ ഈ ഒരു തക്കാളി തൈ. ഇത് നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിമത്തെ തക്കാളി ഉണ്ടായണോ അല്ലേ എന്നൊക്കെ ഞങ്ങൾ വഴിയെ കാണിക്കേണ്ടത്. അപ്പം ആദ്യം ഈ വീഡിയോ കാണുക. ഈ തക്കാളീൻ്റെ ഇതൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി ഇതിമ ഉണ്ടാവുന്നത് അടുത്തെന്ന് വെച്ചാൽ ഇനി ഉണ്ടാവുമ്പോൾ അതങ്ങ് വിടും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ തക്കാളി തൈ. ഇപ്പം നമ്മൾ വേറെ നട്ടതായിരുന്നു കേട്ടോ. ഇതാ വെണ്ട. ഇത് 5-6 പ്രാവശ്യം ഇതിമ ഈ ഒരു ചെടിമന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈമന്ന് ഇതാ ഈ ഒരു തൈ ഇതാ. ഇതിമലൊക്കെ കണ്ടില്ല ഗൈസ് എങ്ങനെയുണ്ട്. ഇതൊക്കെ നമ്മൾ താനെ നട്ടുണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് വഴുതന അതേപോലെ തന്നെ എല്ലാം നമ്മൾ ഒരേ മാതിരിയാട്ടോ ചെയ്യണത്. അപ്പോൾ ആ ഒരു വളം കൊണ്ട് തന്നെ വഴുതന ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയൊക്കെ ഇവിടെ ഒരു പച്ചക്കറി മാതിരി ആയിട്ട് നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുണ്ട് നോക്കി, ചെറിയൊരു കുഞ്ഞി കാന്താരിമ ഉണ്ടോ ചുവപ്പും ഇതാണ്ട് ഒരു ചുവപ്പ് മാതിരി പച്ച എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.
ഏത് നമ്മളിപ്പോൾ പറയുന്ന ആ വളല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വളമൊക്കെ ഇട്ടെടുത്ത് ഏത് ടൈമിലും കാന്താരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നിറച്ചും ഇത് നിങ്ങൾക്ക് ഫോണിൽ കാണാനായിട്ടാണ് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഇവിടെ നിന്ന് മാത്രമൊന്നുമല്ല കാണുന്നത് മൊത്തം കാന്താരിയാണ്. ഇതിൻ്റെ ഉള്ളിലും എല്ലാം എടുത്തുണ്ട് കേട്ടോ. കേട്ടോ അതിൻ്റെ അപ്പുറം സൈഡാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല വലുതായിട്ടുണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതാ കോവൽ വള്ളി പടരുന്നുള്ളൂ കേട്ടോ. ഇതാ നിങ്ങളിവിടെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കയറും ഇതൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പടരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇത് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വീണ്ടും കാന്താരിയിലേക്കാണ് ഞങ്ങൾ വരുന്നത്. കണ്ടില്ല ഇതിമ്മലൊക്കെയുള്ള കാന്താരി നോക്കി. ഞങ്ങൾക്കിപ്പോൾ കാന്താരിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വേറെ വാങ്ങാനൊന്നും ഇപ്പോൾ വാങ്ങാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വാങ്ങേണ്ട ഒരാവശ്യമില്ല. അവിടെയൊക്കെ ഒന്ന് നോക്കൂ ഗൈസ്. കാണുന്ന മൊത്തം കാന്താരിയാണ്. അപ്പോൾ കണ്ടോ ഇതേമാതിരിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ഗൈസ്. ഷുഗർ കൊളസ്ട്രോളിനെല്ലാം പറ്റുന്നതാണ് കേട്ടോ ഈ കാന്താരിയൊക്കെ. ഇതിമ്പോൾ നിറച്ചും ഗൈസ്. അവിടെ ഈ ഭാഗത്ത് നിന്ന് ഞങ്ങൾ തക്കാളി തൈ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ വെട്ടിയിട്ടു കേട്ടോ. അത് പിന്നെ വളരാത്തതുകൊണ്ട് പിന്നെ അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ ഒരു വേറെ പൂച്ചക്കുട്ടികൾ ചിപ്പി, നമ്മുടെ ചിപ്പി കുട്ടി. ഇവിടെ പൂച്ച ഉണ്ട് കേട്ടോ. നിറച്ച് 3 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു പൂച്ച പ്രസവിച്ച് 3 മക്കളാണ് കേട്ടോ. രണ്ടാമത് നല്ല രസമല്ല ഭംഗി. അതേമാതിരി ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അതേമാതിരി ഇരട്ടയാണെന്ന് തോന്നുന്നത്. ഒരേ മുഖം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പേര് ചിക്കു എന്നാണ് കേട്ടോ. ചിക്കു, ചിപ്പി, ചക്കി എന്നാണ് കേട്ടോ ഈ 3 ആൾക്കാരുടെ പേരും. ഇനി ഞാൻ ചക്കിനെ കാണിച്ചു തരാം. ഇതാട്ടോ ഇത് ഓടുന്നുണ്ടില്ലേ. ഇതിന് കുറച്ച് പേടില്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് ചക്കി. ഫസ്റ്റ് കാണിച്ചത് ചിക്കു, പിന്നെ ഫസ്റ്റ് ചിപ്പി, പിന്നെ ചിക്കു, ഇത് ചക്കി. ഈ ചിക്കുവിന് ഭയങ്കര പേടിയാട്ടോ. ഇതിന് നല്ല പേടിയാണ്. പക്ഷെ അത് എൻ്റെ ഒപ്പരം വരും കേട്ടോ. മറ്റേ ഒരു കറുപ്പുള്ള ഇങ്ങനെ വരില്ല. കറ്റാർവാഴ മുഴുവൻ പടർന്ന് വീണിട്ടോ. മറിഞ്ഞു വീണ്. ഒരു മഴ ഉണ്ടായിരുന്നു, ഭയങ്കര കാറ്റും മഴ. ഇത് ഒന്നായിട്ട് അങ്ങോട്ട് വീണു കേട്ടോ. രണ്ടാമത് ആദ്യം പറിച്ച് പിന്നെ കറിയിലും ഇതൊക്കെ വെച്ച് പിന്നെ നട്ടത് തന്നെയാണ് കേട്ടോ. ഈ ഭാഗം ഇതൊക്കെ വണ്ണം ഒരു വിരലിനേക്കാളും വലുതാട്ടോ ഈ വെല്ലിനേക്കാളും. അപ്പം ഗായ്സ് ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴൻ്റെ ഭാഗമാണ്. കൈയൊക്കെ ഉണ്ടോ? ഇതൊക്കെ വേറെ ഇനി കുറച്ചുകൂടി വലുതായിട്ട് വേറെ കേട്ടോ. കുറേ ആൾക്കാർ കുടുംബശ്രീക്ക് വന്നപ്പോൾ കുറേ ആൾക്കാർ കൊണ്ടുവരുന്നു കേട്ടോ ഈ തൈയൊക്കെ. ഗൈസ് എല്ലാവരും ഇത് നട്ടോക്കുക. അതിപ്പോൾ നമ്മളൊരു ചെറിയൊരു ഒരു തൈ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇതേമാതിരി നല്ലോണം ഇതേമാതിരി കരിയിലൊക്കെ ഇട്ട് നട്ടെടുത്താൽ അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ വലുതായി വീണ്ടും തൈകൾ ഉണ്ടാവും. അതേമാതിരിയാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഇത്രയും കറ്റാർവാഴ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് വന്നിപ്പോൾ നമ്മൾ എടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇതും ഇതേ വളം തന്നെയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. എന്താ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ ഈ സോനായിരുന്നു ടാറ്റ ബൈ ബൈ സി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതാ ഈറ്റിങ്ങൾ 3 ആൾക്കാരാണ് കൂട്ടുകാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.